വെൽക്കം ഡിയേഴ്സ്, നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്ത് ദേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം വെന്ത് നല്ല വെള്ള മുത്തുമണികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ്. നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ചെടുത്ത ഈ കുഞ്ഞു ബോൾസ് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് നാളികേരപ്പാലിലിട്ട് കഴിക്കാറാണ് പതിവ്. ഇത്തവണ ഞാൻ അങ്ങനെയൊന്ന് കഴിക്കാനായിട്ട് എടുത്തു നോക്കി. നാളികേരപ്പാൽ കണ്ടപ്പോൾ വീഴാനൊരു അമാന്തം. കാര്യം തിരക്കിയപ്പോഴല്ലേ മനസ്സിലായത് ചെറിയൊരു പരിഭവമാണ്. ഞങ്ങൾക്കെന്നും ഈ പാൽക്കടലിൽ മുങ്ങി തുടിക്കാനാണ് വിധി. ആ പുട്ടിനെടുത്ത ആളുകൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നു, നൂലപ്പത്തിന് എടുത്ത് ബിരിയാണി വെക്കുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ്, ഞങ്ങൾക്ക് മാത്രം ഒരു മാറ്റമില്ല. എന്നാൽ പിന്നെ ഒരു പരിഭവം മാറ്റാനായി അല്പം ചുവന്നുള്ളി അരിഞ്ഞെടുത്തു. വേഗം ചട്ടി ചൂടായി കടുക് പൊട്ടിച്ച് ആ ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തു. ഏകദേശം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി ആ ഉള്ളി മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മുടെ മുത്തുമണികൾ വളരെ സന്തോഷത്തിലാണ്. അവരുടെ രൂപം ഭാവമൊക്കെ മാറാൻ പോവുകയല്ലേ. ഞാനിവിടെ അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുതിയ രുചിക്ക് വേണ്ടിയിട്ടാണ്. നല്ല ജീരകം ചേർത്താൽ ഒരു വ്യത്യസ്ത രുചിയായിരിക്കും. പിന്നെ ഒരു അല്പം കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഉള്ളിയും മുളകൊക്കെ നല്ലോണം മൂത്തപ്പോൾ നമ്മുടെ മുത്തുമണികളെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ മുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല വാസനയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു അല്പം നാളികേരമാണ്. ഞാനിവിടെ ഒരു 3 സ്പൂൺ നാളികേരം എടുത്തിട്ടുള്ളൂ. അതൊന്ന് നല്ലപോലെ ഒന്ന് ഉലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവരെ പരിഭവം മാറ്റാൻ പോവല്ലേ. അപ്പോൾ നല്ലൊരു ലുക്കും നല്ലൊരു ടേസ്റ്റൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം നാളികേരം ചിരകി എടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനിയൊരു പണിയില്ല. ദേ അവരുടെ പരിഭവമൊക്കെ മാറി നല്ല സന്തോഷത്തിലാണ്. ലുക്കും മാറി, ടേസ്റ്റും മാറി. ദേ തുള്ളിച്ചാടി വീഴണ കണ്ടില്ലേ, നല്ല സന്തോഷത്തിലാണ്. ഇനി നമുക്ക് അതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ അവരുടെ പരിഭവമൊക്കെ മാറി അടിപൊളി ടേസ്റ്റും അടിപൊളി ലുക്കിലുള്ള നമ്മുടെ കുഞ്ഞു മുത്തുമണീസിനെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണേ. സാധാരണ നമ്മൾ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നാളികേരപ്പാലിലിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഇതാവുമ്പോൾ നമ്മുടെ 4 മണി ചായക്ക് നല്ലൊരു ടേസ്റ്റാണ്. അത്യാവശ്യം എരിവും ഉപ്പൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നോക്കി ഇതിലെല്ലാത്തിലും നല്ല ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള സ്നാക്സൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. പഴമയുടെ രുചി അവരും ഒന്ന് അറിയണ്ടേ. എപ്പോഴും ഷവർമയും പിസ്സയും സാൻഡ്വിച്ചും മാത്രമല്ല, ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കുട്ടികൾക്ക് അതൊരു പുതിയ അറിവുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.